എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോഴേ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കമൻസ് ഇട്ട എല്ലാ പുതിയവർക്കും പഴയവർക്കും എല്ലാം ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും നിങ്ങൾ വീഡിയോ കണ്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ഇവിടെ എന്തോന്ന് പെട്ടി ഇരിക്കുന്നേ, റീച്ചാൻ അർജൻറ്റായിട്ടൊന്ന് നാട്ടിൽ പോന്ന്. നാളെ രാത്രിയിലത്തെ ഫ്ലൈറ്റാണ്. നാളെ പോയിട്ട് ചൊവ്വാഴ്ച വരും. അപ്പം അർജൻറ്റായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ 2-3 പേരുടെ കല്യാണം ഉണ്ട്. അതിൽ ഒന്നിനേലും കൂടും, അല്ലാതൊക്കെ ഒരു അർജൻറ്റ് കാര്യത്തിന് പോവുക. അപ്പോൾ പിന്നെന്തുണ്ട്, പിന്നീട് ഇന്നത്തെ വീഡിയോ നല്ല വീഡിയോയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതും വിജയിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ദിവസവും നമ്മൾ ഈ മക്കളുടെ ടിഫിൻ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല, മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യും. ഈ ചെക്കൻ മുട്ട മറ്റുള്ള കുട്ടികളെ പേടിച്ച് കൊണ്ടുപോകാത്തയാണ്. അവർ പറയും ടിഫിൻ കൊണ്ട് എന്തോന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇന്നതാന്ന് പറയും. അയ്യോ ഞങ്ങൾ കഴിക്കത്തില്ല എന്ന് പറയുമ്പോഴേ ഇവനങ്ങ് പേടിയാണ്. അങ്ങനെ കൊണ്ടുപോകാത്തയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പിന്നീട് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, രാവിലെ എണീറ്റാൽ ആകെ ഒരു ഓട്ടമാണ്. സത്യം, എല്ലാവരുടെ അനുഭവം അതുപോലെ തന്നെ, വീട്ടമ്മമാരുടെ എല്ലാ അനുഭവം അതാ. രാവിലെ മോർണിംഗിന് നമുക്കൊരു നല്ലൊരു ഭയങ്കര ഒരു ധൃതിയായിരിക്കും. അത് കഴിഞ്ഞൊക്കെ നമുക്ക് ഇത്തിരി സമയമൊക്കെ കിട്ടും. പിന്നീട് എന്തുവാ, പിന്നീട് പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരുടെയും സഹകരണത്തിന് വീണ്ടും നന്ദി പറയുന്നു. ചിലർ പറയുന്നു വിജിയുടെ സംസാരം കേൾക്കാനാ വീഡിയോ കാണുന്നത്. അതിൽ ഒരാൾ എപ്പോഴും പറയും വിജിയുടെ സംസാരം കേൾക്കാനാ ഞാൻ ഈ വീഡിയോ കാണുന്നതെന്ന്. ചിലർ പറയുമായിരിക്കും, ഓ എന്താ സംസാരം. അത് ഇന്ന് നല്ല ക്ലാരിറ്റി ഉണ്ട് ഈ മൊബൈലിൽ. ഈ മൊബൈലിൽ ചില ദിവസം എന്നെ ചതിക്കും. ചതി എല്ലാവർക്കും ഉണ്ട്, മൊബൈലിലും ഉണ്ട്, മനുഷ്യർക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. മഴ ഇങ്ങനെ ചാറിയൊക്കെ നിൽക്കും. ഒത്തിരി ഹെവി ആയിട്ടൊന്നുമില്ല, ചാറി നിൽക്കുന്നു. കുഴപ്പമില്ല. പിള്ളേരെ മോനെ വിടാൻ പോകുമ്പോഴും നല്ലൊരു മഴയായിരിക്കും. അതുപോലെ വിളിക്കാൻ പോകുമ്പോഴും നല്ലൊരു മഴയായിരിക്കും. അപ്പം എന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അന്ന് മീൻ വാങ്ങിച്ചില്ലേ, അപ്പോൾ റേച്ചാൻ എനിക്ക് സർപ്രൈസ് കൊണ്ടുവന്നു ഞാൻ മീൻ. അപ്പോൾ അന്ന് ചാളയെന്ന് വെച്ചാൽ മത്തി. ഞങ്ങൾ ചാളയെന്നായിരുന്നു പറയുന്നത്. പിന്നെ എല്ലാവരും മത്തി പറഞ്ഞ മത്തി എന്ന് ഞങ്ങൾ പറയുന്നത് ഇത്തിരി മുള്ളുള്ള ഒരു മീനുണ്ട്, അതിനാണ് മത്തി എന്ന് പറയുന്നത്. ഇതിന് ചാളയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഫുഡ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അത് നമ്മൾ കേരളീയരായ ആർക്കും ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, കുറേ നാളായി കുഞ്ഞ് വന്നിട്ട്. ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തുകൊണ്ട് വിശേഷം കുട്ടപ്പായി? നല്ലതാ. സ്കൂളിലൊക്കെ എന്തുകൊണ്ട്? നല്ലതാ. മഴയത്തൊക്കെ ബസ്സിൽ കയറുമ്പം റെയിൻകോട്ട് തലയിൽ ഇടാതെ പിള്ളേർ മഴയത്ത് ഒന്ന് നനയുന്നതുകൊണ്ട് മോനും നനയുന്നുണ്ടോടാ. ഇന്നലെ ഇവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ബസ്സിലോട്ട് കയറാൻ നേരമേ മഴ പെയ്യുമെന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് റെയിൻകോട്ട് ഞാൻ പറഞ്ഞു മോൻ മൊത്തത്തിൽ ബട്ടൺസ് ഇടണ്ട, ആ തലയെ കൂടെ അങ്ങ് റെയിൻകോട്ട് ഇട്ടാൽ മതി പറഞ്ഞു. ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആശാൻ്റെ തല നനഞ്ഞിരിക്കുന്നു. മറ്റുള്ള പിള്ളേർ മഴയത്ത് ഇറങ്ങി ഇങ്ങനെ ഒന്നും ഓടിയില്ല, അതുപോലെ അവനും ചെയ്തേക്കുന്നു. അങ്ങനെ ഇനിയും ചെയ്യില്ല കേട്ടോ. അതുകൊണ്ടാണ് മോൻ ഇന്നലെ മൊത്തം ചുമയായിരുന്നു രാത്രി. മോന് ഇന്നലത്തെ അല്ല, ഇഷ്ടായോ മോന്? ഇഷ്ടമാണത്? ഇങ്ങോട്ട് നിൽക്ക്. ഇഷ്ടമാ മോന് ഏറ്റവും ഇഷ്ടമായ ഫുഡ് ഏതാ? കപ്പയോ? അയ്യോ, അമ്മയുടെ കൂട്ടാന്നോ? അതിൻ്റെ കൂടെ ബീഫാണോ മീനാണോ ചിക്കനാണോ ഇഷ്ടം? ചിക്കൻ. ഇവൻ ചിക്കൻ കാരനാ. പിന്നെ
ഇപ്പം പിന്നെന്തുകൊണ്ട് ഇന്നെന്തുകൊണ്ടായിരുന്നു സ്കൂളിൽ വിശേഷം? നല്ലതാ. അടിയൊന്നും കൂടിയില്ല അതിനുമായിട്ട്? ഇല്ല, ഇപ്പോൾ ഉള്ള എല്ലാം നല്ല പിള്ളേരാന്ന്, പാവം പിള്ളേരാന്ന് തോന്നുന്നു അല്ലേ? ആ, ആൻറ്റിമാർക്കും അങ്കിളുമാർക്കും ചേച്ചിമാർക്കൊക്കെ ഒരു ഹായ്, ഒരു ഉമ്മയൊക്കെ കൊടുത്തേ. എല്ലാം വീടും ഞാൻ ചെയ്യും. ഇപ്പം ഈ വീഡിയോയിൽ ചെയ്തിരുന്ന അതെന്താ? ഒത്തിരി വീഡിയോ ഞാൻ ചെയ്യും, എല്ലാ വീഡിയോയും ഞാൻ ചെയ്യും. ഇത് വീഡിയോ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടോ? ഇതിലെന്താ പറയാത്തത്? അയ്യോ, എല്ലാരും കട്ടിയാകും. അമ്മയുടെ വീഡിയോ ആരും കാണത്തില്ല. പിന്നെ മോൻ പറഞ്ഞാലേ കാണത്തുള്ളൂ. സബ്സ്ക്രൈബറും കൂടുതൽ, വ്യൂസും കൂടുതൽ. എന്തോ ചെയ്യാനാ? നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ആയിട്ടൊക്കെ ഇടണ്ടേ വീഡിയോ? മമ്മി എന്ന് ഈ കുക്കിംഗ് ചെയ്താൽ പിന്നെ എന്തോ ചെയ്യും? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നോണ്ടേ വേണ്ട വേണ്ട ഞങ്ങളുടെ വീഡിയോ എടുക്കണ്ടെന്ന് പറയത്തില്ലേ? അതാ മമ്മിയെ കണ്ട് 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 എല്ലാവർക്കും അങ്ങ് മടുപ്പായി. നിങ്ങളെയൊക്കെ ഇല്ലേ കാണേണ്ടിയത്? അവനത് മനസ്സിലായിട്ടില്ല കേട്ടോ. ഓക്കെ, എന്നാ പൊയ്ക്കോ. ബുക്കും പുസ്തകമൊക്കെ എടുത്ത് വെക്കേ. അമ്മ നോക്കണം ഇന്നെന്തോ പഠിപ്പിച്ചെന്നുള്ളത് കേട്ടോ. എടുത്ത് വെളിയിലോട്ട് വെക്ക്. അപ്പോഴേ ഞാൻ ഇൻട്രോ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ നെറ്റ് അങ്ങ് ഓഫാക്കുമായിരുന്നല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നെറ്റ് ഓൺ ആക്കി നോക്കിയപ്പോൾ ഞാൻ ഒന്നുകൂടെ എൻ്റെ വീഡിയോ പോയി നോക്കിയുണ്ടേ. അതിൻ്റെ അകത്തൊരു കമൻറ്റ്, മുഷിന ബഷീർ എന്നും പറഞ്ഞു. അപ്പോൾ പുതിയ സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നു. ഇപ്പം കുറച്ച് നാളായി ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ കാണുന്നു. ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് ഇന്നങ്ങ് വന്ന് ഹായ് പറയുക. മുഷിന ബഷീർ ഹായ്, എന്തുണ്ട് വിശേഷം? എവിടെ താമസിക്കുന്നത്? സുഖമായിട്ടിരിക്കുന്നല്ലേ? എൻ്റെയും കുടുംബത്തിൻ്റെ വക ഒരു ബിഗ് ഹായേ. ഇന്ന് നമ്മൾ വലിയൊരു പരീക്ഷണത്തിലാണ്. ആ പരീക്ഷണം എൻ്റേത് വിജയിച്ചു. അതിലൊത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് അത് വിജയിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ലേ. അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് ചോളപ്പൊടിയില്ലേ, ഞാനിവിടെ ഒരു 1.5 കപ്പ് ചോളപ്പൊടി എടുത്ത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ എടുത്ത്, എന്നിട്ട് ഞാൻ അതിലേക്ക് ഇത്തിരി പഞ്ചസാര ഇട്ട വെള്ളം കലക്കിയതാ ഒഴിച്ച് കുഴയ്ക്കുന്നത്. അപ്പം എന്നിട്ട് ഒരു സ്വല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിത് ചെയ്തുകൊണ്ട് ഇത് സക്സസ് ആയെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ നമ്മൾ ഈ ഇടിയപ്പത്തരി കുഴയ്ക്കത്തില്ലേ, ചൂടുവെള്ളത്തിൽ കുഴയ്ക്കത്തില്ലേ, എന്നാൽ ഞാൻ റവ ബോൾസ് ഉണ്ടാക്കിയില്ലേ, അതുപോലെ ചെയ്തിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് തോന്നുന്നത്. അതോ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് ഇത്തിരി ലൂസായിട്ടാണ് കുഴച്ചത്. ഇത് ഇച്ചിരി ഒന്ന് കട്ടിയായിപ്പോയി. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഒത്തിരി സമയം എടുത്തത് വേകാനായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒത്തിരി ചെറിയ ഉരുളയാക്കിയത്. ഇല്ല, എൽദോ പറഞ്ഞതുപോലെ അന്ന് വലുതായിട്ടുണ്ടെങ്കിൽ പക്ഷേ അങ്ങ് ചെറുതുണ്ടാക്കിയതാണ്. എന്നിട്ട് ഞാനിങ്ങനെ ശർക്കരയും തേങ്ങയും കൂടെ വെച്ച്, ഇവിടെ പക്ഷേ പ്രൈസം മോനും പോൾ മോനും ഇത് ഒത്തിരി ഇഷ്ടമായി. പിന്നെ അന്ന് റേച്ചാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു. റേച്ചാൻ അന്ന് രാവിലെ അങ്ങ് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഡാഡിയുടെ അടുത്ത് വെച്ചാൽ ഡാഡിയും പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് കഴിച്ച ഉടനെ അകം ഒരിത്തിരിയും കൂടെ ഒരിത്തിരി വല്ലാതിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഒരു 2-3 എണ്ണം ഉണ്ടാക്കിയപ്പോൾ ഇതിനേക്കാൾ ലൂസായിട്ടായിരുന്നു ഞാൻ കുഴച്ചത്. അന്ന് നല്ലതായിരുന്നു, ഇത്തിരി നല്ല സോഫ്റ്റ്. ഇതും സോഫ്റ്റ് ആയിരുന്നെങ്കിലും കഴിക്കുന്നതിന് എനിക്കൊരു എന്തോ ഇതുപോലെ തോന്നി. പക്ഷേ ഇവർക്ക് ആർക്കോ തോന്നിയില്ല, അവർക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പം ഞാൻ ചിന്തിച്ച് ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ അന്ന് ഞാൻ ഈ റവ ബോൾസ് ഉണ്ടാക്കാൻ നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ ആദ്യം ഒന്ന് കുഴച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. പക്ഷേ മറ്റേ നമ്മുടെ ഗോതമ്പൊക്കെ ഇട്ട് ചെയ്യുന്നത് പോലെ വെളിയിലൊന്നും പോയില്ല. നമ്മളിത് പുഴുങ്ങാൻ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് ഞാൻ സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് രാവിലത്തെ ബഹളത്തിൻ്റെ ഇടയിൽ എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഉണ്ടാക്കിയിട്ട് ഒട്ടും ശർക്കരയൊന്നും വെളിയിലൊന്നും വന്നില്ല, നല്ല കറക്റ്റായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഡാഡിക്ക് രാവിലെ ഞാനൊരു ചായ കൊടുത്ത് ഇപ്പം ഇത് കഴിക്കാൻ കൊടുത്തായിരുന്നു. അപ്പോൾ അതുകൂടെ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ കൊടുക്കട്ടെ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ.
അപ്പോൾ അരിയുടെയൊക്കെ വെള്ളം തിളച്ച് അങ്ങനെ അരിയൊക്കെ ഇട്ടു. അതിനുശേഷം ഇന്ന് കപ്പ വേവിക്കുന്നുണ്ട്. അന്ന് മത്തി കിട്ടിയപ്പോൾ തൊട്ട് ഞാനൊന്ന് ചിന്തിച്ചതാ, നല്ല നെയ്മത്തി അല്ലായിരുന്നോ, അതിൻ്റെ കൂടെ ഇത്തിരി കപ്പയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പം കപ്പ തിന്ന് ഇപ്പം കാർബോഹൈഡ്രേറ്റ് അതെല്ലാം അറിയാം. പണ്ടത്തെ കാലത്തെല്ലാം എന്നും നമ്മുടെ വീടുകളിൽ കപ്പയല്ലായിരുന്നു. ഇപ്പോഴല്ലേ നമ്മൾ കപ്പ കഴിച്ചാൽ കാർബോഹൈഡ്രേറ്റ് അങ്ങനെ കഴിക്കരുതെന്നും ഒക്കെ പറയുന്നത്. അന്ന് ആരും പറയത്തില്ലായിരുന്നു. എല്ലാ മനുഷ്യരുടെ വീട്ടിലും രാവിലെ കപ്പ, ചക്ക ഇതൊക്കെയായിരുന്നു. അപ്പം ഞാൻ കപ്പയൊന്ന് കഴുകി അടപ്പത്തിട്ടിട്ടുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞ് വീണ്ടും അത് ഊറ്റി കളഞ്ഞിട്ട് രണ്ടാമതും തിളപ്പിക്കും. അപ്പോൾ ഈ കപ്പ ഞാൻ സാധാരണ കപ്പ വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഉടനെ ഒന്ന് എടുത്ത് പുഴുങ്ങി നോക്കും, ബോയിൽ ചെയ്ത് നോക്കും അത് വേവുന്നതാണെന്ന്. ഇന്നലെ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഇതൊന്ന് രണ്ട് തിളച്ചിട്ടും അത്ര അങ്ങോട്ട് വേവ് നിന്നാൽ കിശുകിശായിരിക്കുക. അപ്പോൾ ഞാൻ മത്തി ഉണ്ടായിരുന്നല്ലോ, മത്തി എടുത്തൊന്ന് വെട്ടി എടുക്കട്ടെ. അപ്പോൾ ഈ നല്ല മത്തിയും കപ്പയും കൂടെ കഴിഞ്ഞ ദിവസം തൊട്ടേ കൊച്ചവനും പറയുന്നു, മമ്മി നമുക്ക് സൊസൈറ്റിയിൽ പോയി ഇച്ചിരി ചക്ക വാങ്ങിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, എടാ ചക്കയുടെയൊക്കെ സീസൺ കഴിഞ്ഞ് ചക്കയൊന്നും ഇപ്പോൾ ഇല്ലെന്നും. അപ്പോൾ അവൻ ചോദിച്ചു, ഈ കപ്പ നമ്മുടെ കേരള സ്റ്റോറിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ആന്ന് മോനെ, ഇവിടെ ഒന്നും അങ്ങനെ കിട്ടത്തില്ല. കേരള സ്റ്റോർ അല്ലെങ്കിൽ ഈ തമിഴ് മദ്രാസി ഒരു അങ്കിളിൻ്റെ കടയുണ്ടല്ലേ, അവിടെ കിട്ടത്തുള്ളൂ. അത് എന്നും ഒന്നുമില്ല, വല്ലപ്പോഴും ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ സൺഡേ വന്ന വഴിക്ക് നമ്മൾ കേരള സ്റ്റോറിൽ കയറി കപ്പയും വാങ്ങിച്ചുകൊണ്ട് വന്നില്ല. ഇച്ചിരി ലാസ്റ്റിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ നോക്കിയെടുത്തതാണ്. 2 കിലോയോളം ഉണ്ടായിരുന്നു. അതെല്ലാം മൂടമൊക്കെ വെട്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രയില്ല. കപ്പയൊക്കെ അവിടെ രാവിലെ വരുന്നതാണ് പുള്ളി പറഞ്ഞു. രാവിലെ ഞങ്ങളില്ല പ്രെയർ കഴിഞ്ഞ് വരുന്നത് ഒരു ഉച്ചയാവത്തില്ലേ, അപ്പോഴത്തേക്കിനെല്ലാം തീരും. പിന്നെ ഞാൻ ചിന്തിച്ച് ഇതിൻ്റെ അകത്ത് നെയ്യ് എടുത്തിട്ട് ആ തലയൊക്കെ ഒന്ന് വറുത്ത് ഇച്ചിരി കപ്പ അതിൻ്റെ അകത്തിട്ട് ഇളക്കി, പണ്ട് ഞാൻ പറഞ്ഞില്ലേ പണ്ട് കൊച്ചിലെ അമ്മ ഇങ്ങനെ തരുമായിരുന്നെന്ന്, അതൊന്ന് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ചിന്തിച്ചു വേണ്ടാന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോൾമോൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്കിനൊന്നും എനിക്ക് കപ്പയും ഇതുകൂടെ ഒന്ന് റെഡി ആയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തുണി വിരിക്കാനും അങ്ങനെയൊക്കെ പോയി, സമയം കുറേ അങ്ങ് പോയി. അപ്പം ഞാൻ ചിന്തിച്ച് അവർക്ക് ചപ്പാത്തി കൊടുക്കണമെങ്കിൽ ഒരു ഉരുളൻകിഴങ്ങ് പെട്ടെന്ന് മെഴുക്കുവരട്ടാന്ന്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഉരുളൻകിഴങ്ങ് എടുത്തൊന്ന് ഉപ്പി പറ്റിച്ചിട്ട് ഉരുളൻകിഴങ്ങ് അങ്ങ് മെഴുകാൻ, പിന്നെ വൈകിട്ട് കൊടുക്കാമെന്ന് വെച്ച്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ഒരു ഇതിൽ തന്നെ നിൽക്കുവാണെങ്കിൽ പോട്ടെന്ന് പറയും. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി കുറച്ച് സമയമൊക്കെ അങ്ങ് പോയി. കാരണം ഈ മഴയും പിടിച്ച് ഇച്ചിരി വെയിൽ കണ്ടോണ്ടേ തുണി വെയിലത്തിടും, പിന്നെ മഴ വരുന്നതിനെ എടുത്ത് അകത്തോട്ടിട്ട് അങ്ങനെയൊക്കെ അങ്ങ് സമയം പോയതാണ്. അപ്പോൾ ഞാൻ ചക്കയും പോട്ടെ, കപ്പ ഞാൻ പറഞ്ഞില്ലേ അത്ര അങ്ങോട്ട് ചുവന് വേവുന്നത് പോലെ തോന്നിയില്ലെന്ന്. ഞാനങ്ങനെ 2 ഊറ്റിയിട്ട് കുക്കറിലിട്ടിട്ട് ഈ അരപ്പെല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ അടിച്ചിട്ട് കുക്കറിലൊന്ന് ഉടച്ചെടുക്കാമെന്ന് വെച്ചാൽ അപ്പം നല്ലതായിട്ട് വെന്തുടഞ്ഞിരിക്കും. ഇവിടെ ഈ പോൾമോന് നന്നായിട്ട് വെന്തുടയണം, എല്ലാവർക്കും അങ്ങനെ വെന്തുടയണം. അപ്പോൾ ഞാൻ അല്ലാതെ നമുക്കൊക്കെ ആണെങ്കിൽ ആ ചരുവത്തിൽ തന്നെ അങ്ങനെ ഇട്ട് ഉടച്ചാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കഴിക്കണമെങ്കിൽ നന്നായിട്ട് ഒരു ഇച്ചിരി പോലും പീസ് ഇല്ലാതെ വേണം. അപ്പോൾ ഞാൻ അന്നേരം ആ ഐഡിയ ചെയ്യാമെന്ന് വെച്ചാൽ അരപ്പിൻ്റെ അകത്ത് തന്നെ ഉപ്പൊക്കെ അങ്ങ് ചേർത്തായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വിസിലടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇട്ടിരുന്നു. കൂടുതലും അവർക്ക് കൊടുക്കാമായിരുന്നു നമ്മൾ ഈ ചരുവത്തി ഇട്ട് ചെയ്യുമായിരുന്നെങ്കിൽ. പിന്നെ ഈ കുക്കറിൽ ഞാൻ ചെയ്തതുകൊണ്ടേ അത് അതിൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി കുറച്ച് കഴിഞ്ഞ് അത് ഒത്തിരി സമയം എടുത്ത് അതിൽ നിന്ന് എല്ലാം റെഡി ആവാനായിട്ട്, അല്ലായിരുന്നെങ്കിൽ അവന് കൊടുക്കാമായിരുന്നു. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി റെഡിയായി. പിന്നെ വേണം ഇനി നമ്മുടെ മീൻകറിയും കൊണ്ടൊന്ന് വെക്കണം. അപ്പം നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളയാ, ഇതിനകത്ത് മീനൊന്ന് സ്വല്പം നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെയാണ് ഒന്ന് അതിൻ്റെ മണ്ട ഇരുന്നൊന്ന് അമങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചതവുണ്ട്. അപ്പോൾ അതൊന്ന് ഉറയ്ക്കാനായിട്ട് ഞാനൊരു ടിപ്സ് ഇതിൽ ചെയ്യുന്നുണ്ട്. അത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ചിലർക്കൊക്കെ അറിയാം, ചില അമ്മമാർക്കൊക്കെ അറിയാം. അറിയാൻ വയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിലേ അവർക്ക് വേണ്ടിയേ എൻ്റെ അമ്മ പറഞ്ഞു തന്നെ, അമ്മ പറഞ്ഞു തന്നത് അമ്മ ചെയ്യുന്ന കണ്ടിട്ടുള്ളത്.
നമ്മളീ പഴുത്ത മീനല്ല, ചില മീൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു മീൻ അടുത്ത മീനുകൾ വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് അത് അമങ്ങിപ്പോത്തില്ലേ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ വെട്ടുന്ന ഉടനെ അതങ്ങ് ചിലപ്പോൾ ഒന്ന് അത് അലന്ന് പോകാതിരിക്കാൻ അതിന് വേണ്ടി മീനൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. അതുപോലെ നേരത്തെ എൻ്റെ പ്രീസമ്മോൻ കഴിക്കത്തൊന്നുമില്ലായിരുന്നു കപ്പ. ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ നിന്ന് വന്നിട്ടും ഞാൻ ഇച്ചിരി കൊടുത്തു. നേരത്തെ ആണെങ്കിൽ ഞാൻ ചോറിൻ്റെ അകത്തിട്ട് ഇളക്കി അങ്ങനെയും ഇച്ചിരി കൊടുക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് കാണുമ്പോഴേ ഹായ് ഹായ് എന്നും പറഞ്ഞ് ആ മണമൊക്കെ അവർക്ക്, വെളുത്തുള്ളിയുടെ മണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിയലിൻ്റെയൊക്കെ എല്ലാം ആ മണം കൂടെ ആകുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഉലുവാപ്പൊടിയും ചേർത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ടിപ്സ് ഉണ്ടല്ലേ എന്ന് പറയുന്നത്, കടുക് പൊടിച്ചത് ഒരു പിഞ്ചയാകാവേ ഒത്തിരി ചേർക്കല് കഴിക്കും. ഞാനത് ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കും. ഇതുപോലെ വല്ലപ്പോഴും എമർജൻസിയിൽ വേണമെങ്കിൽ ചേർക്കും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മീനിട്ട് ആ മീൻ നല്ലൊരു ഉറപ്പ് കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോൾമോനും ഡാഡിക്കും കഴിക്കാനുള്ളത് കൊടുത്തു. അപ്പോൾ ഞാൻ അവന് ചപ്പാത്തി കുറച്ചാണ് കൊടുത്തത്. എൻ്റെ മൈൻഡിലുണ്ട് ഇതൊന്ന് വെന്തിട്ട് അവനൊരു ഇച്ചിരി കപ്പ കൊടുക്കാമെന്ന്. ഞാൻ ആദ്യം പറഞ്ഞത് വൈകിട്ട് കഴിക്കാം, ഇപ്പോൾ ഇത് കഴിക്കാമെന്ന് പറഞ്ഞു. കാരണം സമയമായില്ലായിരുന്നോ. അപ്പോൾ ഇതിങ്ങനെ കുക്കറൊക്കെ തുറന്നുകൊണ്ടേ ആൾക്ക് സ്മെല്ല് സഹിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു അതൊന്ന് ഞാൻ ഒന്ന് ഉടച്ചെടുക്കട്ടെ എന്നിട്ട് ഞാൻ തരാമെന്ന്. ഞാനത് കൊടുത്തപ്പോഴത്തേന് ഐ ലവ് യു മമ്മി, ഐ ലവ് യു മമ്മി. ഞാൻ പറഞ്ഞ അങ്ങനെ കപ്പയൊക്കെ കുഴച്ച് വെച്ച് പിന്നെ അനു വന്ന്. അതിന് ശേഷം ഞാൻ മഴയാണേലും എനിക്ക് ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിയർത്ത് ഒലിക്കും. എന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് കുളിച്ച് സാവകാശം ഒത്തിരി ഫ്രീ ആയിട്ടാണ് പിന്നെ ഞാൻ ഇച്ചിരി കപ്പയൊക്കെ എടുത്ത് കഴിക്കാൻ പോയത്. നമുക്ക് ഉടനെ കഴിക്കാൻ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് എത്ര ആണെങ്കിലും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കുളിക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേനും മീൻകറിയൊക്കെ ഇച്ചിരി ചാറിട്ടാണ് ഞാൻ എടുത്തത്. കാരണം ഇവർക്ക് കപ്പ കഴിക്കാൻ ചാറ് വേണം. കൊച്ചുമോന് മീൻ വേണ്ട, അവന് ഈ ചാറ് മതി. നല്ല സെറ്റായിട്ടുണ്ട് മീൻ. പിന്നെ ഞാനും കഴിക്കാൻ ഇച്ചിരി എടുത്ത് പോൾമോനും ഇച്ചിരി എടുത്തു. അപ്പം പിന്നെ വൈകിട്ട് കൊച്ചു വന്നതിനെ കൊച്ചിനും കൊടുത്ത്. പിന്നെ ഡാഡിക്ക് ചപ്പാത്തി കഴിച്ചുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് വൈകിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ചോറൊന്നും എടുത്തില്ല, ഇതേ എടുത്തുള്ളൂ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഈ പാർട്ട് ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രീസമോൻ വെളിയിൽ നിന്ന് കയറി വന്നു. കണ്ടിട്ട് പറയാം മമ്മി ഇച്ചിരി കപ്പ ഇങ്ങ. ഞാൻ പറയുന്നത് നേരത്തെ വീഡിയോ ആടാ ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഒന്ന് നൂന്ന് നോക്കടാ, കൊതിയാ. എങ്ങനെയുണ്ടടാ? നിനക്ക് എത്ര കിട്ടിയാലും നീ അച്ഛ ഇതെല്ലാം പറയത്തുള്ളൂ. എടാ ഉപ്പൊക്കെ ഉണ്ടോ എടുക്കാം. അവൻ പറയുന്നത് കപ്പയ്ക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു. ഞാൻ പറഞ്ഞടാ ഉപ്പുണ്ടടാ. അവൻ പറഞ്ഞു മമ്മി പോയി എടുത്ത് കഴിച്ച് നോക്കാമെന്ന്. അതാ പറഞ്ഞത്. അപ്പോൾ വൈകിട്ട് ഡാഡിക്ക് ഞാനൊരു വെള്ള പ്ലേറ്റിലാണ് എടുത്തത്. അപ്പോൾ എൻ്റെ കൊച്ചവൻ വന്ന് അടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്നു. പറ മമ്മി ഒന്ന് വീഡിയോ എടുത്തേ. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ വീഡിയോ എല്ലാം എടുത്തെന്ന്. അല്ല മമ്മി ഇത് വൈറ്റ് പ്ലേറ്റിലായതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ, മമ്മി ഒന്ന് എടുക്കുന്നത്. അങ്ങനെ ഞാനൊന്ന് എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.